ആലുവയിൽ നിന്നും കാണാതായ 12 വയസ്സുകാരിയെ പൂനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കണ്ടെത്തി. കുട്ടിക്കൊപ്പം ഓച്ചിറ സ്വദേശിയായ 25-കാരനും ഉണ്ടായിരുന്നു. പോലീസ് സംഘം കുട്ടിയെയും കൊണ്ട് കേരളത്തിലേക്ക് പുറപ്പെട്ടു. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേർന്നു. രേഷ്മ, നമുക്കറിയാം ഈ കുട്ടിക്കായി വളരെ രീതിയിലുള്ള ഒരു തിരച്ചിൽ നടക്കുകയായിരുന്നു. ഇപ്പോഴിതാ കുട്ടിയെ പൂനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കണ്ടെത്തി എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു 25 വയസ്സുകാരൻ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നാണ് വിവരങ്ങൾ? അമൽ, 25-ാം തീയതി രാത്രി 8:30യോടുകൂടിയാണ് കരുമാലൂർ സ്വദേശിയായിട്ടുള്ള ശ്രീജേഷിന്റെ മകൾ 12 വയസ്സുകാരി ശ്രീഭദ്രയെ കാണാതാകുന്നത്. തൊട്ടടുത്ത വീട്ടിലെ കൂട്ടുകാരിയുടെ വീട്ടിൽ അല്ലെങ്കിൽ കൂട്ടുകാരിയുടെ അടുത്ത് നോട്ട് ബുക്ക് വാങ്ങിക്കാൻ പോയതായിരുന്നു. തിരികെ ഈ കൂട്ടുകാരി പകുതി വഴി വരെ കൊണ്ടാക്കിയെങ്കിലും പിന്നീട് ഈ കുട്ടി ശ്രീഭദ്ര സ്വന്തം വീട്ടിലേക്ക് എത്തിയിട്ടില്ലെന്നായിരുന്നു പരാതിയിൽ പറഞ്ഞത്. അങ്ങനെ ആലുവ വെസ്റ്റ് പോലീസ് വലിയ രീതിയിലുള്ള അന്വേഷണമൊക്കെ ആരംഭിച്ചിരുന്നു. പക്ഷേ പോലീസിന്റെ അന്വേഷണം കാര്യക്ഷമമല്ല എന്നൊക്കെയായിരുന്നു ബന്ധുക്കൾ പറഞ്ഞത്. അതിനിടയിൽ തന്നെയാണ് ഡിവൈഎസ്പി തന്നെ മാധ്യമങ്ങളോട് ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത്. അതായത് കുട്ടിയെ പൂനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. കുട്ടിക്കൊപ്പം 25-കാരനായിട്ടുള്ള ഓച്ചിറ സ്വദേശിയും കണ്ടെത്തിയിട്ടുണ്ട്. റോഡ് മാർഗവും പിന്നീട് ട്രെയിൻ മാർഗവുമാണ് പൂനെയിൽ എത്തിയിട്ടുള്ളത്. ആദ്യം കാസർഗോഡ് വരെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ സാധിച്ചു. പിന്നീട് ട്രെയിനിൽ സഞ്ചരിക്കുന്നതായിട്ടായിരുന്നു ലൊക്കേഷൻ ട്രേസ് ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ 25-കാരനെന്ന് പറയുന്നത് കുട്ടിയുടെ ഇൻസ്റ്റഗ്രാം സുഹൃത്താണ്. ഈ ഇൻസ്റ്റഗ്രാമിലൂടെ ഉള്ള പരിചയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോയതെന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. ഈ പെൺകുട്ടിയുടെ അടുത്ത സുഹൃത്തിനെ അവരുടെ മൊഴിയിൽ നിന്നുമാണ് ഇത്തരത്തിലൊരു സൗഹൃദം കുട്ടിക്ക് ഉണ്ടായിരുന്നു എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത്. അതിനിടയിൽ ഈ 25-കാരന്റെ മൊബൈലിലേക്ക് ആ 25-കാരന്റെ സുഹൃത്ത് വഴി മെസ്സേജുകൾ അയച്ചുകൊണ്ടിരുന്നു. അങ്ങനെയാണ് ലൊക്കേഷൻ ട്രേസ് ചെയ്യാനായിട്ട് പോലീസ് സംഘത്തിന് സാധിച്ചിട്ടുള്ളത്. കാണാതായ 12 വയസ്സുകാരിയെ പൂനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കണ്ടെത്തിയെന്ന വാർത്തയാണ് രേഷ്മ ബാബു പങ്കുവച്ചത്.